നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളിത് എന്തായാലും കോക്കനട്ട് ഓയിലിൽ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ വേണമെങ്കിൽ വറക്കാൻ മാത്രം നിങ്ങൾ സൺഫ്ലവർ യൂസ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 2 സവോളയാണ് കനം കുറച്ച് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 100 ഗ്രാം ഉള്ളി. അപ്പോൾ ഉള്ളി ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില, 1 സവോള അരിഞ്ഞത്, 2 പച്ചമുളക്, 1 തക്കാളി, 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് ഒന്ന് ചതച്ചെടുത്തതാണ്. അപ്പോൾ സവോള വറുത്ത എണ്ണയുടെ ബാക്കിയിലേക്ക് തന്നെയാണ് ഞാനിവിടെ കറിവേപ്പില ചേർത്ത് കൊടുത്തത്. കറിവേപ്പില ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് ഉള്ളിയും സവോളയും പച്ചമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്കതൊന്ന് സോഫ്റ്റ് ആവുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ സവോളയുടെ ഉള്ളിയുടെ ഒക്കെ കളറ് മാറി വന്നിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം ഗരം മസാല, പിന്നെ 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡറും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പൊടികളിലെ പച്ചമണം മാറുന്നിടം വരെ ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ പൊടികൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നമ്മൾ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ പൊടികളിലെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ ചിക്കൻ ഒന്ന് ആഡ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ അരപ്പും ചിക്കനൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ ചിക്കനിൽ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സർവ്വസുഗന്ധിയുടെ ഇലയാണ്. ഇനി ഇല്ലാത്തവരുണ്ടെങ്കിൽ അത് ചേർക്കണ്ട. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഫ്രൈഡ് ഓനിയൻസും കൂടെ ഞാൻ അതിൻ്റെ ഒരു പകുതിയാണ് ഇടുന്നത്. പകുതി നമ്മൾ ലാസ്റ്റാണ് ഇടുന്നത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനിൽ വെള്ളമൊന്നും ചേർക്കാതെയാണ് വേവിക്കാനൊക്കെ വെച്ചിട്ടുള്ളത്. അതിൽ തന്നെ കുറേ വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല ഗ്രേവി പരുവത്തിലായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. ഞാനിവിടെ 1 കപ്പ് 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതിനെ മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചതും ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും